ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇതിനു മുന്നേ ഇഷ്ടംപോലെ പ്രാവശ്യം ഹ്യുണ്ടായുടെ പുതിയ ജനറേഷൻ വെന്യൂവിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ എക്സ്റ്റീരിയർ സ്പൈ ഷോട്ട്സ് ഡിസൈൻ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് ഡേറ്റ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ഏകദേശം 1-2 ആഴ്ച മുന്നേ വന്നതാണ് ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ്. പക്ഷേ നമുക്ക് ഇപ്രാവശ്യം എക്സ്ക്ലൂസീവായിട്ട് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സും കൂടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ അഗൈൻ കവർ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ലോഞ്ച് ഡേറ്റിനെ പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വരുന്ന 2025 ഒക്ടോബർ 24-നാണ് ഈ വാഹനം ഒഫീഷ്യൽ ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്നത്. ഇത് കൺഫേം ആയിട്ടുള്ള ഡേറ്റ് ആണ്. സോ അതിൽ ഇനിയിപ്പോൾ വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഈ വണ്ടിയും നമ്മൾ ആക്ച്വലി ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻസിൽ ബേസ് ചെയ്തിട്ടുള്ള കുറേ റെൻഡേഴ്സ് വന്നിട്ടുണ്ട്. അതും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. എന്തായാലും ഡിസൈൻ വൈസ് അത്യാവശ്യം നല്ലൊരു മേജർ ഓവർഹോൾ തന്നെയാണ് ഈ വാഹനത്തിൽ വരാൻ പോകുന്നത്. ഫ്രണ്ടിലും ബാക്കിലാണ് മെയിനായിട്ട് വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് DRLസിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. അതുപോലെ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഹെഡ്ലൈറ്റ്സിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്. DRLs ആണെങ്കിൽ പോലും ടോപ്പ് പോർഷനിൽ തുടങ്ങി താഴത്തേക്ക് വരെ വരുന്നുണ്ട്. ഫോഗ് ലാംപ്സ് എന്തായാലും എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ് നമുക്കിപ്പം ഇതുവരെയുള്ള ടെസ്റ്റിംഗ് ഇമേജിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതൊരു പുതിയ കാര്യമല്ല. കാരണം അവർ വെന്യൂന്ന് കറക്റ്റായി ആദ്യം എടുത്ത് കളഞ്ഞാണ്. അങ്ങനെ പല വണ്ടികളിൽ നിന്ന് ഹ്യുണ്ടായി ഇപ്പം ഫോഗ് ലൈറ്റ് എടുത്ത് കളയുന്നുണ്ട്. ഏറ്റവും കുറവ് ചേഞ്ചസ് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ സൈഡ് ഡിസൈനിലായിരിക്കും. ഇത് പറഞ്ഞു വരുമ്പോൾ ഒരു പുതിയ ജനറേഷൻ ആണെങ്കിലും ഇനിയിപ്പോൾ ഹ്യുണ്ടായി അതിന് ഫേസ് ലിഫ്റ്റ് എന്ന് വിളിക്കുമെന്ന് അറിയില്ല കേട്ടോ. എനിവേ നമുക്ക് സൈഡിലെ ഡോറിൻ്റെ ഡിസൈൻ, ഡോർ ഹാൻഡിൽസിൻ്റെ ഡിസൈൻ, പിന്നെ ഓവറോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള പ്രൊപ്പോർഷൻസ് ആണെങ്കിലും സൈഡ് ഡിസൈൻ്റെ കാര്യത്തിൽ ഏകദേശം സിമിലർ ആയിട്ട് തോന്നും. പക്ഷേ കുറേ കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അലോയ്സിൻ്റെ ഡിസൈനിൽ ഡെഫിനറ്റ്ലി വ്യത്യാസമുണ്ട്. അതിപ്പം അവരെന്തായാലും മാറ്റേണ്ടതാണല്ലോ. കണ്ടിട്ട് 16 ഇഞ്ച് അലോയ്സ് തന്നെ ഇന്ത്യയിലേക്ക് വരുള്ളൂ എന്നാണ് തോന്നുന്നത് ടെസ്റ്റിംഗ് വണ്ടിയിലൊക്കെ. ഇനി അടുത്തതിൻ്റെ ORVMസിൻ്റെ ഡിസൈനാണ്. അതും അത്യാവശ്യം ചേഞ്ച് ഉണ്ട്. ആക്ച്വലി വളരെ എയറോഡൈനമിക് ആയിട്ടുള്ള ഒരു നല്ല ഡിസൈനിലുള്ള ORVMs ആണ് വരുന്നത്. അതിന് താഴത്തേക്ക് ചെറിയൊരു ബൾജിങ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി 360 ക്യാമറ ഇതിനകത്ത് ഉണ്ടാവും. ഇനി റിയർ ഡിസൈനിലേക്ക് വരുമ്പോൾ നമുക്കിപ്പോഴും സ്പൈ ഷോട്ട്സ് മാത്രമേ വാഹനത്തിന് ഫ്രണ്ടും സൈഡും ബാക്കും എല്ലാം കിട്ടിയിട്ടുള്ളൂ. ഫ്രണ്ട് പിന്നെ കുറച്ച് റെൻഡഡ് ഇമേജ് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കിലെയും റെൻഡഡ് ഇമേജ് ഉണ്ട്. പക്ഷേ എനിക്കത് അത്ര കറക്റ്റായിട്ട് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. എനിവേ നമുക്ക് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഒക്കെ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ എങ്ങനെയായിരിക്കും ഇതിന് ഡിസൈൻ ഇരിക്കുന്നത് എന്നറിയില്ല. കാരണം കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഇപ്പോൾ വരുന്ന വെന്യൂലുണ്ട്. 2022 വന്ന വെന്യൂ ഫേസ് ലിഫ്റ്റും അല്ലാതെ അവർ ഓഫർ ചെയ്യുന്നതാണ്. പിന്നെ പൊതുവെ എല്ലാ വണ്ടികളുള്ള പോലെ തന്നെ ബമ്പറിൻ്റെ ഡിസൈൻ എന്തായാലും വ്യത്യാസം ഉണ്ടാകും, ഫ്രണ്ടും ബാക്കും. അതിപ്പം ബാക്കിലിപ്പം എനിക്ക് കാണിച്ചു തരണമൊന്നുമില്ല, അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല എന്നുള്ളൂ. എനിവേ ഇതാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനെ പറ്റി നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന. നിങ്ങൾ ഇതിൻ്റെ കാണാത്തൊരു കാര്യം ഇൻറ്റീരിയേഴ്സ് ആണ്. എക്സ്റ്റീരിയർ കാരണം സ്പൈ ഷോട്ട് റെൻഡേഴ്സ് ഒക്കെ വഴി കണ്ടിട്ടുണ്ടാവും. ഇൻറ്റീരിയേഴ്സ് പക്ഷേ പൊതുവെ അങ്ങനെ ആരും റെൻഡർ ഒന്നും ചെയ്ത് വിടാറില്ല. അതുമാത്രമല്ല സ്പൈ ഷോട്ട്സ് ആണെങ്കിലും ഇതുവരെ നമുക്കങ്ങനെ ക്ലിയർ ആയിട്ടുള്ളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് വരുമെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ കിട്ടുമെന്നോ ഡാഷ്ബോർഡിൽ എന്തോരം വ്യത്യാസം ഉണ്ടെന്നോ ഒക്കെ മനസ്സിലാക്കാൻ. പക്ഷെ എന്തായാലും ഇപ്പോൾ ഫൈനലി അത് വന്നിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ എന്തൊക്കെ കിട്ടും, എന്താണ് ഇതിൻ്റെ ഡാഷ്ബോർഡ് ലേഔട്ട് വരുന്നതെന്നൊക്കെ നമുക്കറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിന് ഡാഷ്ബോർഡ് ലേഔട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോഴത്തെ വെന്യൂ എന്ന് പറയുന്നത് ശരിക്കും ഇൻറ്റീരിയർ ഡിസൈൻ്റെ കാര്യത്തിൽ വളരെ ഔട്ട്ഡേറ്റഡ് ആണ്. 8 ഇഞ്ചസിന് ഇൻഫർടൈം സിസ്റ്റം ഉള്ളൂ. ഇൻസ്റ്റൻറ്റ് ക്ലസ്റ്ററൊക്കെ വളരെ പഴയതാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും കിട്ടുന്നില്ല. ഈവൻ ആ സെയിം പ്രൈസ് പോയിന്റിൽ വരുന്ന നെക്സോണോ മഹീന്ദ്രയോ ഏത് വണ്ടി എടുത്താൽ, സോണറ്റ്, അതുപോലെ ഈവൻ സിറോസ് ആയിക്കോട്ടെ, സിറോസിൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വെന്യൂ ഇപ്പോൾ ഉള്ള വണ്ടി എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ എന്തായാലും അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് ഒരു പുതിയ ജനറേഷൻ മോഡൽ ഇറക്കുന്നത്. കാരണം അതിൻ്റെ ഡാഷ്ബോർഡ് ലേഔട്ടിൽ വ്യത്യാസമുണ്ട്. കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള ഒരു ചെറിയ ബോക്സ് പോലെ ഇരിക്കുന്ന ആർക്കിടെക്ചറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 കട്ട് സെക്ഷൻ ഉണ്ട്. അതായത് ടോപ്പ് പോർഷൻ മൊത്തം ബ്ലാക്ക് ആണ്. താഴെ അവർ കവർ ചെയ്തിട്ടുണ്ട്. ഏത് കളറായിരിക്കും വരുന്നതെന്ന് അറിയില്ല. പക്ഷേ AC വെൻസിൻ്റെ പൊസിഷൻ മാറ്റിയിട്ടുണ്ട്. അത് നടുവിലായിരുന്നു. അതിപ്പോൾ നേരെ കുറച്ചും കൂടെ താഴത്തേക്ക് ആക്കിയിട്ട് അതിൻ്റെ താഴത്ത് നമ്മുടെ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രോൾസ്, അതുപോലെ അതിൻ്റെയും താഴെ നമ്മുടെ ഓട്ടോ AC റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രോൾ പാനലെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡാഷിൻ്റെ മുകളിലായിട്ട് ഒരു സബ് വൂഫർ കാണാം. സോ ഇതിനകത്ത് മിക്കവാറും 7 സ്പീക്കേഴ്സ് അല്ലെങ്കിൽ 8 സ്പീക്കേഴ്സ് സിസ്റ്റം ആയിരിക്കും വരുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഡാഷ്ബോർഡിൻ്റെ ടോപ്പ് പോർഷനായിട്ടൊരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് വ്യത്യാസം പറയാൻ പറ്റുന്ന കർവ്ഡ് സ്ക്രീനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ ഒരു ഇത്തിരി ഡ്രൈവർ ഓറിയൻറ്റഡ് ആണെന്ന് പറയാം. നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ക്ലസ്റ്റർ എന്ന ഇൻഫർടൈം സിസ്റ്റം വരെ വരുന്ന നോക്കുകയാണെങ്കിൽ അതിൽ അത്യാവശ്യം നല്ലൊരു കർവേച്ചർ അവർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഹ്യുണ്ടായി ഇതുവരെ കൊടുത്തിരിക്കുന്നതിൽ തന്നെ ആദ്യത്തെ കർവ് ഡിസ്പ്ലേ ഇതായിരിക്കും എന്നുള്ളത്. സോ അതും നല്ലൊരു കാര്യമാണ്. 10.25 ഇഞ്ച് തന്നെയായിരിക്കും ഇതിൻ്റെ സൈസ് കണ്ടിട്ട് തോന്നുന്നത്. അല്ലാതെ ഒരുപാട് വലിയ ഡിസ്പ്ലേ ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ എന്തായാലും UI ആയിക്കോട്ടെ, കണക്ടിവിറ്റി ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരും. ഈവൻ ഇതിനകത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആയിട്ട് കിട്ടാനും സാധ്യതയുണ്ട്. ഹ്യുണ്ടായി പൊതുവെ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ 10.25 ഇഞ്ച് ഇൻഫർടൈം സിസ്റ്റം ആക്ച്വലി വയർലെസ് കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഫുള്ള് വയർഡ് ആയിരുന്നു. എന്തായാലും ഇനി അപ്ഡേറ്റഡ് മോഡൽസിൽ ഇപ്പോൾ നമുക്ക് സെറോസിലും സംഭവങ്ങളിലൊക്കെ പുതിയ സ്ക്രീൻ വന്നപ്പോഴേക്കും അത് കിട്ടിത്തുടങ്ങി. ഇതിനകത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെ വിചാരിക്കാം. പിന്നെ അതുപോലെ വേറെ വലിയ വ്യത്യാസം വരുന്ന സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിലാണ്. ഇങ്ങനത്തെ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ ഞാൻ ഇതുവരെ വേറെ ഹ്യുണ്ടായുടെ വാഹനങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല. ഇനിയിപ്പം ഇൻ കേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻസിൽ പറയാം. പക്ഷെ എന്തായാലും കുറച്ച് യൂണീക്ക് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. സ്പോർട്ടി ആണെന്ന് ചോദിച്ചാൽ വേണമെങ്കിലാണെന്ന് പറയും. ഇതിനകത്ത് അവരുടെ ലോഗോ ഒന്നും കാണുന്നില്ല.
കാണുന്നില്ല, മിക്കവാറും കവേർഡ് ആയിരിക്കും, ഓർ ഇതിൻ്റെ റിഫ്ലക്ഷൻ എന്തെങ്കിലും അടിച്ചിട്ട് കാണാത്തായിരിക്കും. നല്ല ഫിനിഷിങ്ങുള്ള സ്റ്റിയറിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ലെതർ റാപ്ഡ് ആണ്, എൻ്റെ കോൺട്രോൾസ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈവൻ സ്റ്റിയറിംഗ് കൺട്രോൾസ് ആണെങ്കിൽ പോലും നല്ല നീറ്റായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇലൂമിനേറ്റഡ് ലോഗോ പോലത്തെ ഒരുപാട് ഫാൻസി സ്റ്റഫൊന്നും ഇതിൻ്റെ അകത്തില്ല. പക്ഷെ സംഭവം എന്തായാലും കാണാൻ അത്യാവശ്യം രസമുണ്ട്. ഇതിന് മൊത്തത്തിൽ ഇൻറ്റീരിയർ ലേഔട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലതാണ്. നമ്മൾ ഇപ്പോൾ വരുന്ന വെന്യൂ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മൈൽസ് ഹെഡാണ് എന്ന് തന്നെ പറയും. ഫൈനലി ഇതിൻ്റെ കോമ്പറ്റീഷനായിട്ട് പിടിച്ചേക്കാൻ പറ്റുന്ന ഇൻറ്റീരിയേഴ്സിൽ വെന്യൂം വന്നിട്ടുണ്ട്. ഇതിൻ്റെ സെയിൽ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറയാൻ തുടങ്ങിയായിരുന്നു. സാധാരണ 12,000-അടുത്തൊക്കെ സെയിൽ കിട്ടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. ഇപ്പോൾ 7,000, 8,000 ആ റേഞ്ചിലേക്കൊക്കെ വന്നു തുടങ്ങി. അത് എഗെയിൻ അപ്ഡേറ്റിന് പെൻഡിങ് നിൽക്കുന്നൊരു വണ്ടി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അത്ര മോശം സെയിൽസ് അല്ല. കാരണം 2 മാസം കൊണ്ട് ഈ വണ്ടിയുടെ പുതിയ ജനറേഷൻ ഇറങ്ങും. എന്നിട്ടും ആൾക്കാർ ഇപ്പോഴും ഇത്രയും ഈ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ സ്റ്റിൽ നമ്മൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് നിങ്ങളിത് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫേസ് ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തന്നെയായിരിക്കും എൻ്റെ ഒരു അഡ്വൈസ് വരുന്നത്. ഇനി മെക്കാനിക്കൽ ആസ്പെക്ട്സ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്ലാറ്റ്ഫോം മാറുന്നതിനെ പറ്റിയൊന്നും ഇതുവരെ നമുക്ക് റിപ്പോർട്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല, പുതിയ ജനറേഷനാണ് എങ്കിൽ പോലും. പക്ഷേ ഇതിൻ്റെ പവർ ട്രെയിൻ ഓപ്ഷൻസ് അതും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഇതിനകത്ത് 3 എഞ്ചിൻ ഓപ്ഷൻസാണ് കിട്ടുന്നത്. ഒന്നൊരു 1.2 ലിറ്റർ എണ്ണ പെട്രോൾ എഞ്ചിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്നതാണ്. കാരണം പ്രൈസ് കുറവാണ്, താഴത്തെ വേരിയൻസിൽ കിട്ടുന്നുണ്ട്. സോ അഫോർഡബിലിറ്റി നോക്കിയിട്ട് അത് ആൾക്കാർ വാങ്ങും. 83 PS പവർ, 114 ടോർക്കാണ് വരുന്നത്. ഇനി അതിന് പുറമെ ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ്. i20 കിട്ടുന്ന സെയിം എഞ്ചിനാണ് സിറോസിലും വരുന്നുണ്ട്. 120 PS പവറും 172 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കലി അവൈലബിൾ ആണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് ഒരു 6 സ്പീഡ് മാനുവൽ കൊടുക്കുന്നുണ്ട് എൻലൈൻ പോലത്തെ വേർഷൻസിലൊക്കെ. അത് അഗൈൻ വളരെ നല്ല കാര്യം തന്നെയാണ്. അതിനി കണ്ടിന്യൂ ചെയ്താൽ നല്ലതായിരുന്നു. പിന്നെ നമുക്ക് വരുന്ന 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഡീസൽ മാനുവൽ നല്ലൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അത് വെന്യൂ ആണ് എന്ന് പറയേണ്ടി വരും. കാരണം സോണറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഒരു മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക് ഇല്ല. വെന്യൂവിൽ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ളതായിരുന്നു. അതൊരു ഫേസ് ലിഫ്റ്റിലും കൊടുത്തില്ല, അതിന് മുന്നേ കൊടുത്തില്ല, വണ്ടി ഇറക്കിയപ്പോഴും കൊടുത്തില്ല. എന്തായാലും അത് ഈ ഒരു അപ്ഡേറ്റിലൂടെ അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ സോണറ്റുമായിട്ട് വേണമെങ്കിൽ നന്നായിട്ട് പിടിച്ചേക്കാൻ പറ്റുമായിരുന്നു. കാരണം സിറോസ് ആയിക്കോട്ടെ സോണറ്റ് ആയിക്കോട്ടെ രണ്ടിലും ഈ സെയിം ഡീസൽ എഞ്ചിൻ വെച്ചിട്ട് തന്നെ കിയ കൊടുക്കുന്നുണ്ട് ഓട്ടോമാറ്റിക് ഡീസലിൽ. പക്ഷേ ഹ്യുണ്ടായി അഗെയിൻ സെയിം എഞ്ചിൻ വെച്ചിട്ട് കൊടുക്കുന്നില്ല അവരുടെ വണ്ടിയിൽ. ചിലപ്പോൾ കിയ എടുപ്പിക്കാനുള്ളൊരു മാർക്കറ്റിംഗ് ടാക്ടിക്സ് ആയിരിക്കാം, പക്ഷേ സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ഈ അടുത്ത് സിറോസിലൊക്കെ കണ്ട കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. റിക്ലൈനിങ് റിയർ സീറ്റ്സ്, അതുപോലെ റിയർ സീറ്റ്സിന് അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് നമ്മുടെ സ്ലൈഡ് അഡ്ജസ്റ്റ്മെൻറ്റ് വരിക, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. വെന്യൂ ബേസിക്കലി ഒരു കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഉണ്ടാക്കുന്നൊരു വണ്ടിയാണ്. ഇപ്പോൾ തന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല റിക്ലൈൻ ആംഗിളും ഉണ്ട് ബാക്കിലത്തെ സീറ്റിന്. പക്ഷേ റിയർ സീറ്റിൻ്റെ സ്ലൈഡിംഗ് പൊസിഷനും കൂടെ വരുമായിരുന്നെങ്കിൽ ബൂട്ട് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിൽ സ്പേസ് ഇത്തിരി കൂടെ കൂട്ടാൻ പറ്റിയേനെ. അത് നല്ലൊരു അഡീഷനാണ് ആക്ച്വലി സിറോസിൽ കെ ചെയ്ത്. പിന്നെ അതല്ലാതെ പാനോറാമിക് സൺറൂഫ് ആയിക്കോട്ടെ അങ്ങനത്തെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ എന്തായാലും പേടിക്കാനില്ല എനിക്ക്. പക്ഷേ റിയർ സീറ്റ് ഒരു കുറച്ചും കൂടി സ്പേസ് ഒക്കെ നന്നാക്കായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളൊരു ഒപ്പീനിയൻ ഉണ്ട്. എന്തായാലും ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ആയി ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുപോലെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.